എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷോപ്പിക വെഡിങ്സ് ദി ബ്രൈഡൽ ലെഗസി. നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന് ഒരുങ്ങുന്നു. പ്രചരണ പരിപാടിയുടെ ഭാഗമായി നിലമ്പൂരിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച നടക്കുന്ന പരിപാടി PV അബ്ദുൽ വഹാബ് MP ഫ്ളാഗ് ഓഫ് ചെയ്യും. നിലമ്പൂരിനെ രാജ്യാന്തര ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 2026 ജനുവരി 6-7 തീയതികളിൽ നിലമ്പൂർ KFRAയിൽ നിലമ്പൂർ ടൂറിസം കോൺക്ലേവ് നടത്തുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥമാണ് റൺ ഫോർ നിലമ്പൂർ എന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നത്. ജനുവരി 3-ന് രാവിലെ 6:30 രജിസ്ട്രേഷൻ ആരംഭിക്കും. തുടർന്ന് 7 മണിക്ക് നിലമ്പൂർ കനോലി പോർട്ടിൽ നിന്നും ആരംഭിക്കുന്ന കൂട്ടയോട്ടം PV അബ്ദുൽ വഹാബ് MP ഫ്ളാഗ് ഓഫ് ചെയ്യും. ആര്യാടൻ ഷൗക്കത്ത് MLAയും ചടങ്ങിൽ പങ്കെടുക്കും. 8 മണിയോടെ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്റ്റേഡിയത്തിൽ കൂട്ടയോട്ടം സമാപിക്കും. നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും അംഗങ്ങളോടൊപ്പം സാധാരണ ജനങ്ങളും കൂട്ടയോട്ടത്തിൽ പങ്കാളികളാകും. ഇതിനോടകം 1000-ലധികം പേർ ഓൺലൈനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലമ്പൂരിന്റെ വശ്യ സൗന്ദര്യം ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ടൂറിസം ഫെസ്റ്റ് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് നമ്മൾ ഒരു രാജ്യാന്തര ടൂറിസം കോൺക്ലേവ് നടത്തുന്നത്. കേരള മിനിസ്റ്റർമാരും അതുപോലെ തന്നെ ടൂറിസം വിദഗ്ധരും ഒക്കെ പങ്കെടുക്കുന്ന, അതുപോലെ തന്നെ 100-ൽ പരം ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാർ പങ്കെടുക്കുന്ന ഒരു നല്ല കോൺക്ലേവാണ്. നല്ല ചർച്ചകളും സെമിനാറുകളും ഒക്കെ നടന്നു നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള തുടക്കമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഒരു കോൺക്ലേവിനെ മാക്സിമം ജനപങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രചരണ പരിപാടി എന്ന നിലയിലാണ് നിലമ്പൂരിന്റെ റൺ ഫോർ നിലമ്പൂർ എന്ന ഒരു കൂട്ടയോട്ടം എന്ന് പറയാൻ പറ്റില്ല, ഒരു കൂട്ടമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോൺക്ലേവിന്റെ ആദ്യഘട്ടമായി നിലമ്പൂരിന്റെ ടൂറിസം മേഖലയെ സമഗ്രമായി വികസിപ്പിക്കുന്നതിന് 100 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. പദ്ധതിക്ക് ആവശ്യമായ ധനസഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമാക്കുന്നതിനുള്ള യോജിച്ച നടപടികൾ സ്വീകരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പുഴയോര ടൂറിസം, വനമേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം എന്നിവ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും. ഇതിനകം കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയിട്ടുള്ള നിലമ്പൂർ ടൂറിസം രാജ്യാന്തര തലത്തിലേക്കും ശ്രദ്ധ ആകർഷിക്കുകയാണ് ലക്ഷ്യം. നിലമ്പൂരിലൊരു രാജ്യാന്തര ടൂറിസം കോൺക്ലേവ് നടക്കുകയാണ്. മുൻപൊരിക്കലും ഇല്ലാത്ത രീതിയിൽ വലിയ രീതിയിലാണ് നമ്മൾ ആ ഒരു കോൺക്ലേവിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. നിലമ്പൂരിന്റെ MPയും MLAയും ചെയർമാനും കൺവീനറുമായിട്ടുള്ള ഈ കോൺക്ലേവ് ഇപ്പോൾ തന്നെ കേരളത്തിലും നമ്മുടെ രാജ്യാന്തര തലത്തിലൊക്കെ പലരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രചരണാർത്ഥം നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് റൺ ഫോർ നിലമ്പൂർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഓട്ടമാണെങ്കിൽ ഒരു കൂട്ട നടത്തമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കനോളി പ്ലോട്ടിൽ നിന്ന് ആരംഭിച്ച് മാനവേദൻ ഹൈസ്കൂളിലെ സ്റ്റേഡിയത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് പരിപാടി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നിലവിൽ നമ്മൾ ഓൺലൈൻ വഴിയാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയുടെ തന്നെ പല ഭാഗത്തു നിന്നും ആളുകൾ വിളിക്കുന്നുണ്ട്. ഇത്തരം ഒരു കോൺക്ലേവിനെ ഇത്ര വലിയൊരു പരിപാടി നടക്കുന്നുണ്ട് നമുക്ക് അറിയിപ്പിന്റെ ഭാഗമായിട്ട് കൂടി ഈ ഒരു പ്രോഗ്രാം നിങ്ങളെ എല്ലാവരും ജനങ്ങളിലേക്ക് എത്തിക്കണം. വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് കൺവീനർ മുജീബ് ദേവശ്ശേരി, സബ് കമ്മിറ്റി ചെയർമാൻ വിനോദ് P. മേനോൻ, സബ് കമ്മിറ്റി കൺവീനർ നിസാമുദ്ദീൻ കോഴിശ്ശേരി, PM ഖാലിദ്, MK കടവത്ത് എന്നിവർ പങ്കെടുത്തു. എ+ വിഷൻ, നിലമ്പൂർ. ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിലിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ.